On and off the dais, dear buddies. After a power-packed singing session, it is very difficult to say something which may not be as exciting as the singing. ഈ വേദിയിലിരിക്കുന്ന അച്ഛന്മാരെല്ലാം ബോംബെക്കാരാണ്. എനിക്ക് ബോംബെ എന്ന് പറയുമ്പോൾ അണ്ടർവേൾഡ്, ധാരാവി ഇതൊക്കെ മാത്രമേ എനിക്കറിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവരുടെ പരിപാടി പോലുള്ള പാട്ടോ പരിപാടികളോ ഒന്നും എനിക്കറിയത്തില്ല. എന്നോട് സംസാരിക്കാനായി പറഞ്ഞത് be the friend you crave. ഈ ഫ്രണ്ട് എന്ന് പറയുന്ന വാക്ക് ഇറ്റ് ഈസ് സംതിങ് വിച്ച് വി ഹാവ് thoroughly misunderstood. നമ്മുടെ എല്ലാ ഉടായ്പിനും കൂടെ നിൽക്കുന്നവരെയാണ് നമ്മൾ ഫ്രണ്ട് എന്ന് പറയുന്നത്. ഞാനൊരു എൻ്റെ ഒരു പാരീഷിലെ ഒരു സ്റ്റോറി പറഞ്ഞ് തുടങ്ങാം. സോ ബെറ്റർ ഐ ബിഗിൻ വിത്ത് എ പാരീഷ് എക്സ്പീരിയൻസ്. And then I try to unpack what the theme is all about. എൻ്റെ പള്ളി കുറച്ച് പിള്ളേരുണ്ട്. Not as educated as most of you. Very ordinary youth. But very loving. Like all of you. ഒരു ദിവസം ഞങ്ങൾക്കവിടെ ഒരു ഡയസിഷൻ ലെവലിൽ they had a cricket match. അപ്പോൾ ഞങ്ങളുടെ പിള്ളേർ കളിക്കാൻ പോയി. ആൻഡ് ദേ വെർ റെപ്രസെൻറ്റിങ് മൈ പാരിഷ് വിച്ച് ഇസ് പുനലൂർ സെൻറ്റ് തോമസ്. I couldn't go with them even though I went for most of the practice sessions. I couldn't go for the real match because I had some other prior commitments. After the match I heard an interesting story. That is what I want to share. Some of you who follow me on Facebook and Instagram might possibly know this. അവിടെ ചെന്നപ്പോൾ all the other cricket teams had a name. When my youngsters went to register, they said, what is your cricket team's name? അപ്പോൾ അവർ പറഞ്ഞു പുനലൂർ സെൻറ്റ് തോമസ്. No, you should have a proper name. They said, we haven't planned anything. എന്നിട്ട് പറഞ്ഞു, okay, give us a second. അവരെല്ലാവരും കൂടെ പറഞ്ഞു, എടാ നമ്മുടെ ക്രിക്കറ്റ് ടീമിന് ഒരു പേരില്ലല്ലോ, എന്തോ ആയിരുന്നേ. അപ്പോൾ ഒരുത്തം പറഞ്ഞു, മോത്തിയുടെ പിള്ളേരെന്ന് ഇടാവുന്നോ. And that was the name of the team. തോറ്റുപോയി എന്ന് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. I love and cherish that moment. When one boy suggested, why don't we name our cricket team Moti's Pillare? They didn't say Reverend Dr. So-and-so. They didn't say our parish vicar's Pillar, nothing. They said Moti the Pillare. And I always wonder how come or how dare they are to call me Moti. പക്ഷേ I love it. എനിക്കതങ്ങ് ഒത്തിരി ഇഷ്ടമായി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു പള്ളിയിലെ പിള്ളേർ അവരുടെ പള്ളിയിലെ ക്രിക്കറ്റ് ടീമിന് അജുവിൻ്റെ പിള്ളേർ, സാബുവിൻ്റെ പിള്ളേർ, ഷിബുവിൻ്റെ പിള്ളേർ എന്നിട്ട് എങ്ങനെ ഇരിക്കും? എല്ലാം നരകത്തിൽ പോകും. പക്ഷെ എൻ്റെ പിള്ളേർ അവരുടെ ക്രിക്കറ്റ് ടീമിന് കൊടുത്ത പേര് മോത്തിയുടെ പിള്ളേരാണ്. എന്നിട്ട് ക്രിസ്മസ് ടൈം ആയപ്പോൾ ഞാൻ അറിയാതെ പള്ളിയിൽ ഒരു 10-40 ടീഷർട്ട് അടിച്ചു. എല്ലാത്തിൻ്റെയും പേരിൽ മോത്തിയുടെ പിള്ളേർ. And this is all about friendship, where you break the barriers. And I strongly believe the reason why
they thought they should name their cricket team after my name is because throughout my journey with them, ever since I joined the parish, I was non-judgmental and non-intrusive. ഒരു തരത്തിലും അവരെ ജഡ്ജ് ചെയ്യാനോ ഒരു കാര്യവുമില്ലാതെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളിൽ കയറി ഇടപെടാനോ, ഐ വാസ് മോർ ലൈക്ക് എ ഫ്രണ്ട്, എ കോ ട്രാവലർ, and they can share anything under the sky, and they can talk to me on literally anything above the earth, and they don't need to feel any inhibition. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എന്താണ് ഫ്രണ്ട്ഷിപ്പ്? നമ്മളെല്ലാം നമ്മുടെ വാട്സാപ്പിലോ അല്ലെങ്കിൽ ഇൻസ്റ്റയിലോ നിങ്ങൾ എവിടെയാണോ കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, നമ്മുടെ ഫ്രണ്ട്സിന് നമ്മൾ കൊടുക്കുന്ന ഒരു പേരുണ്ട്, ചങ്ക് അല്ലേ? പണ്ട് ഞങ്ങളുടെ കാലത്ത് കരളെ എന്നായിരുന്നു വിളിച്ചോണ്ട്. അങ്ങനെ ഒരു പാട്ട് തന്നെയുണ്ട്, കരളേ. പിന്നെ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് ബാക്കി പാടുന്നില്ല. പണ്ട് കരളായിരുന്നു, ഇപ്പൊ അങ്ങനല്ല, ചങ്കെന്നാണ്. May I ask you something? When you call someone your changa, what exactly do you mean by it? നിങ്ങൾ അങ്ങനെ വിളിച്ചോളുക, ചങ്കെന്നോ കിഡ്നിന്നോ എന്താണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള. അതായത് കാനോനിക്കലായിരിക്കണം. എല്ലാ ഓർഗൻസും ഉപയോഗിക്കാൻ പറ്റത്തില്ല, ഉപയോഗിക്കാവുന്ന ഓർഗൻസ് ഒക്കെ. ഇപ്പം നമുക്ക് ലിവർ, കിഡ്നി ഇത്രയും വരെ അനുവദിച്ചിട്ടുണ്ട്. ചങ്ക് ഈസ് ഓൾസോ ഓക്കെ. അതുകൊണ്ട് യു ആർ നോട്ട് അലൗഡ് ടു യൂസ്. ബാക്കി ഞാൻ വിടുകയാണ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. അപ്പൊ നിങ്ങൾ ഞാൻ ഈ സൂക്രി മാക്രി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. സൂക്രി എന്ന് പറഞ്ഞാൽ സുറിയാനി ക്രിസ്ത്യാനി, മാക്രി എന്ന് പറഞ്ഞാൽ മലകര ക്രിസ്ത്യാനി. ഞാൻ ആദ്യം വിചാരിച്ചത് ഏതോ തെറിയാണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. ഞാൻ ഈ കുട്ടനാട്ടുകാരനായതുകൊണ്ട് ഈ ആ അക്ഷരത്തിൽ തുടങ്ങുന്നത് മിക്കവാറും ഒരു ചീത്തയാണ്. ഞാൻ പറഞ്ഞു എൻ്റെ കർത്താവേ. എനിവേ, ക്യൂട്ട് എന്നുള്ളതാണ്. അങ്ങനെ കുറേ ജെൻസി വേർഡ്സ് ഉണ്ട്, പക്ഷെ വി ഡോണ്ട് ഹാവ് ടൈം ടു go into those details. അപ്പോൾ when you call someone your changa, എന്തുവാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? You don't call everyone, every Dick and Harry, you don't call them changa. നിങ്ങൾ you call specifically certain people your changa. എടാ ചങ്കേ, അല്ലെങ്കിൽ എടി ചങ്കേ. എന്തിനാണ് നിങ്ങൾ അങ്ങനെ വിളിക്കുന്നത്? What actually prompts you to call someone your changa? ഈ പൂക്കി ഒന്ന് പറഞ്ഞ പോലെ ഒന്നും ഇപ്പം മിണ്ടുന്നില്ലല്ലോ. അതൊക്കെ പറയാൻ എന്ത് ഉത്സാഹമായിരുന്നു. നിങ്ങൾ ആരെയാ നിങ്ങൾ ചങ്കെന്ന് വിളിക്കുന്നേ? ബെസ്റ്റ് ഫ്രണ്ടിനെ അല്ലേ? ഞങ്ങളുടെ അവിടെ ചങ്ങടാന്നാണ്. ഓക്കെ, നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെയാണ് നിങ്ങൾ എന്തെന്ന് വിളിക്കുന്നത്? ബെസ്റ്റി. ഇനി എന്തൊക്കെ വരുമോ ഈശ്വര, വേണ്ട. ഓക്കെ, വാട്ട് എവർ, ബെസ്റ്റിയോ ചങ്കോ എന്തെങ്കിലും. നിങ്ങൾ എന്തുകൊണ്ടാണ് എന്തെങ്കിലും ഒരു ചുമ്മാ നിങ്ങൾ എല്ലാവരെയും വിളിക്കത്തില്ലല്ലോ, എന്തോ ഒരു റീസൺ ഉണ്ട്. ട്രസ്റ്റ് ഉള്ള ആളാണ് ചങ്കെന്ന് വിളിക്കുന്നത്. Trust in itself is not a good term. See, you can be involved, and just to unpack the term, we use many terms very casually without nuancing it. Trust is actually an important Christian virtue, but we need to unpack the word, or we need to nuance the word trust. See, you can be involved in a criminal activity. You can be part of a conspiracy where you trust one another. But the intention behind that cohesion, that grouping is not good. ഇപ്പം നമ്മൾ നോക്കിയാൽ ട്രസ്റ്റ് ഉള്ളവരാണ് ഇവിടുത്തെ അണ്ടർവേൾഡ് ആളുകളെല്ലാം.
യു കനോട്ട് ബ്രീച്ച് ദ ട്രസ്റ്റ്. ഇവിടുത്തെ മയക്കുമരുന്ന് മാഫിയ, ഡ്രഗ്സ് മാഫിയ, അവർക്കിടയിലെല്ലാം എന്തുണ്ട്? ഒരു ട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ സോ ദ ട്രസ്റ്റ് ഇൻ ഇറ്റ്സെൽഫ് ഓർ ഈസ് നോട്ട് നെസസറിലി എ ക്രിസ്ത്യൻ വാല്യൂ. യു നീഡ് ടു ക്വാളിഫൈ ദ വേർഡ് ട്രസ്റ്റ്. അപ്പോൾ ട്രസ്റ്റ് ഉണ്ട്, തീർച്ചയായിട്ടും. പക്ഷെ നമ്മൾ അത് എന്താണെന്ന് ഒന്നുകൂടെ ഒന്ന് ക്വാളിഫൈ ചെയ്യണം. അപ്പം ഞാൻ ആരെയാണ് ചങ്കെന്ന് വിളിക്കുന്നത്? നമ്മൾ ചങ്കായാലും മത്തങ്ങ ആയാലും പൂക്കി ആയാലും എന്തായാലും ഞാൻ കറക്റ്റായിട്ടൊക്കെയാണ് അത് പറഞ്ഞത് ആണെങ്കിലും ഇതെല്ലാം ഫ്രണ്ടിൻ്റെ ഓരോ ഡെഫിനിഷനാണ്. ഇപ്പം ഞങ്ങളുടെയൊക്കെ കാലത്ത്, സീവറിസത്തിൻ്റെ ഒക്കെ കാലത്ത് ചുടി അത്രയും അത് പറയുന്നില്ല. എന്നാലും പണ്ട് ഞങ്ങൾ കോളേജിൽ പഠിക്കുമ്പോൾ അളിയാന്നാണ് വിളിക്കുന്നത്. അളിയ ഇപ്പോഴും ഉണ്ട്. അപ്പം നിങ്ങളിപ്പോഴും ന്യൂജൻ പേരിൽ മാത്രമേ ഉള്ളൂ. ന്യൂജൻ കാര്യത്തോടെടുക്കുമ്പം എല്ലാം അളിയാണ് അല്ലേ? അപ്പോൾ പണ്ട് അളിയാന്ന് വിളിക്കും. അളിയ ലിറ്ററലി മീൻസ് ബ്രദർ ഇൻ ലോ. പക്ഷെ എന്നാലും നമ്മൾ ഭയങ്കര സുഹൃത്തുക്കളെ പണ്ട് വിളിച്ചുകൊണ്ടിരുന്നത് അളിയാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അളിയനായാലും ചങ്കായാലും ആരായാലും നമ്മൾ ആരെയാണ് അങ്ങനെ വിളിക്കുന്നത്? എൻ്റെ വിചാരം നമ്മൾ പലപ്പോഴും ആ വാക്ക് ഒത്തിരി തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഒരാളെ കൊല്ലണം, എന്നെയല്ല ആരെയെങ്കിലും, നിങ്ങൾക്ക് ഒരാളെ കൊല്ലണം. നിങ്ങളിങ്ങനെ അതിനുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവനെ സ്കെച്ച് ചെയ്തു, അതിനുള്ള കോൺസ്പിറസി ഒക്കെ ഉണ്ടാക്കുന്നു. ഇതിന് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളെയാണോ നിങ്ങൾ ചങ്കെന്ന് വിളിക്കുന്നത്? ഇനിയും പോട്ടെ, നിങ്ങൾക്ക് നാളെ പരീക്ഷയാണ്. ഇന്ന് പരീക്ഷ എന്ന് പറഞ്ഞ പേടിയില്ലാത്തവന്മാരോടാ നാളെ പരീക്ഷ. ഇന്ന് പരീക്ഷ അല്ലെ നാളെ പരീക്ഷ. നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ ഒരു ചങ്ക് വിളിക്കുന്നു, എടാ നമുക്ക് ലോക കാണാൻ പോയാൽ. ചന്ദ്ര, നിങ്ങൾ ലോക കണ്ടാണോ? അച്ഛന്മാരോട് ഞാൻ ചോദിക്കുന്നില്ല, അവരെ കണ്ടു കാണും. നാളെ പരീക്ഷയാണ്, പഠിക്കാനിരുന്നു, അപ്പോഴാ ചങ്ക് പിടിക്കുന്നത്, നാളെ ലോക കാണാൻ പോയാൽ. അപ്പൊ നിങ്ങൾ പറയാ, എടാ ഞാൻ ഒന്നും പഠിച്ചില്ല ഇതുവരെ, ഞാൻ പഠിക്കാനിരിക്കുക. അപ്പൊ നിങ്ങളുടെ ചങ്ക് പറയാ, പരീക്ഷയൊക്കെ വരുമ്പോൾ നീ വാ, നമുക്ക് സിനിമ കാണാൻ പോകാം. അവൻ നിങ്ങളുടെ ചങ്കാണോ? അവൻ നിങ്ങളുടെ കാലനാണോ? You know what കാലൻ മീൻസ്? ഈ പോത്തിന്റെ പുറത്തൊക്കെ വരും അങ്കിളുടെ പേരാ. കൊമ്പൊക്കെയുള്ള കറുത്ത വാലൊക്കെയുള്ള പോത്തിന്റെ പുറത്ത് വരുന്ന അങ്കിളിന്റെ പേരാണ് എന്ത്? കാലൻ. അപ്പൊ പഠിക്കാനിരിക്കുന്ന നിങ്ങളെ, പഠിക്കാൻ സമ്മതിക്കാത്ത ആളെ നിങ്ങളുടെ ഫോൺ നമ്പർ സേവ് ചെയ്തിരിക്കുന്നത് ചങ്കെന്ന, അവൻ ശരിക്കും നിങ്ങളുടെ ചങ്കാണോ? അല്ലെങ്കിൽ പള്ളിയിൽ പോകാൻ നിങ്ങൾ തയ്യാറെടുക്കുന്നു, അപ്പം നിങ്ങളുടെ ചങ്ക് പിടിക്കുന്ന, എടാ നീ വരുന്നോ, ഒരു ക്രിക്കറ്റ് കളിക്ക് പോവാം, എടാ ഞാൻ പള്ളിയിൽ പോകും, പള്ളിയൊക്കെ അവിടെ കിടക്കും, നീ പാടാം. അവൻ നിങ്ങളുടെ ചങ്കാണോ കാലനാണോ? അപ്പോൾ ആരെയാണ്? അല്ലെങ്കിൽ നിങ്ങൾ കോളേജിൽ ചെല്ലുമ്പോൾ ഡ്രഗ്സ് ഇന്ന സ്ഥലത്തുണ്ട്, നമുക്കൊന്ന് ട്രൈ ചെയ്യാം. അപ്പം നിങ്ങൾ പറയാം, സോറി എനിക്കത് വേണ്ട. ഓ സാരമില്ലടാ, ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്താൽ കുഴപ്പമില്ല. അവനെ നിങ്ങൾ ചങ്കെന്ന് വിളിക്കണോ കാലനെന്ന് വിളിക്കണോ? അപ്പോൾ പലപ്പോഴും നമ്മൾ ചങ്കെന്ന് വിളിക്കുന്ന പലരും നമ്മുടെ കാലന്മാരാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളവരുടെ ഫോൺ നമ്പർ ഇന്ന് വീട്ടിൽ നിന്നിട്ട് KALAN എന്നാക്കണം. അവൻ നിങ്ങളുടെ ആരല്ല? ചങ്കല്ല. അവൻ നിങ്ങളുടെ ചങ്കും കൊണ്ടേ പോകും. നിങ്ങൾക്ക് ഡ്രഗ്സ് വേണ്ടാന്ന് പറയുമ്പോൾ കുഴപ്പമില്ലടാ, ഒരു നേരം ട്രൈ ചെയ്താൽ നല്ലതാടാ, നല്ല രസമാടാ, നമ്മളിങ്ങനെ ഏറി നടക്കൂടാ, സിപ്പ് ലൈനിൽ പോകുന്ന പോലെ തോന്നൂടാ. അപ്പൊ നമ്മൾ പറയാം, നോ 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 നോ, ഞങ്ങളുടെ വീട്ടിൽ പപ്പായ്ക്കും മമ്മിക്കും അത് വിഷമാണ്, എടാ അവരിതൊന്നും അറിയത്തില്ല. അങ്ങനെ പറഞ്ഞ് നിങ്ങളെ വിളിച്ചുകൊണ്ട് പോകുന്നവന്റെ ഫോൺ നമ്പർ, അവന്റെ എന്തായിരിക്കണം, അവന്റെ കോണ്ടാക്ട് ഡീറ്റെയിൽസ്, ഇനി അവനെ എന്തെന്ന് വിളിക്കരുത്, ചങ്ക്. എന്നാൽ പഠിക്കുന്ന നിങ്ങളോട് പറയണം, നീ പഠിക്കുവാണോ? എന്നാ വേണ്ട, ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, നീ പഠിച്ചു.
അല്ലെങ്കിൽ ക്ലാസ് കട്ട് ചെയ്യാൻ ഒരുങ്ങുന്ന നിങ്ങളോട് പറയണ്ട, ക്ലാസ് കട്ട് ചെയ്യേണ്ട, പപ്പ മമ്മിയൊക്കെ കഷ്ടപ്പെട്ട് നമ്മളെ പഠിപ്പിക്കുന്നതല്ല, അതുകൊണ്ട് ബെറ്റർ വി അറ്റൻഡ് ദ ക്ലാസ് ആൻഡ് ദെൻ വി ഗോ ഫോർ മാച്ച്. അപ്പൊ നിങ്ങളുടെ ഈ ദ സോ കോൾഡ് ചങ്ക് ഈസ് നോട്ട് വിഷിംഗ് ദ വെരി ബെസ്റ്റ് or doesn't want you to be good and do good, he or she is not your chunk. പിന്നെന്താണ്? അതുകൊണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങൾ കോളേജിലും സ്കൂളിലും ഒക്കെ ചങ്കെന്ന് വിളിച്ചവർ ശരിക്കും നിങ്ങളുടെ ചങ്ക് തന്നെയാണോ? അങ്ങനെ ഉണ്ടെങ്കിൽ കുറേ ഫോൺ നമ്പർ മാറ്റേണ്ടി വരും. അതുകൊണ്ട് ഓർത്തോണം, വെറുതെ ഒരാളെ കയറി എന്തെന്ന് വിളിക്കരുത്, ഫ്രണ്ട് എന്ന് വിളിക്കരുത്. കാരണം ആൻഡ് ദാറ്റ് ഈസ് എ വെരി പ്രൊഫൗണ്ട് ടേം. വെറുതെ ആരെയെങ്കിലും കയറി വിളിക്കാവുന്ന ഒരു വാക്കല്ല ഫ്രണ്ട് എന്ന് പറയും. ഞാനൊരു ബൈബിൾ സ്റ്റോറി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. നമുക്ക് വേണമെങ്കിൽ ആ സ്റ്റോറിക്ക് കൊടുക്കാവുന്ന പേര് ഡിജിറ്റൽ സാമരിറ്റൻസ് എന്ന് കൊടുക്കാം. ഏത് സ്റ്റോറിയാണെന്ന് ഏകദേശം പിടിയുണ്ടല്ലോ ഇപ്പൊ തന്നെ. ഡിജിറ്റൽ സാമരിറ്റൻസ്, അങ്ങനെ ഒരു സ്റ്റോറി ഉണ്ട് വേദോസ്വത്തിൽ. യേശുവിന്റെ അടുക്ക് ഒരാൾ വന്ന് ചോദിച്ചു, ആരാണ് എൻ്റെ ഫ്രണ്ട്? Then Jesus said a story. ആരാണ്? Who is your friend? One who is not putting you in danger, but one who helps you to get out of danger. അപകടത്തിലോട്ട് തള്ളിവിടുന്ന ആളല്ല, അപകടത്തിൽ നിന്ന് രക്ഷിക്കുന്ന ആളാണ്, അല്ലേ? നമുക്ക് വേണമെങ്കിൽ ഒരു സിനിമാറ്റിക് ലാംഗ്വേജ് ഉപയോഗിച്ചാൽ വി ക്യാൻ കോൾ ദം മഞ്ഞുമ്മൽ ബോയ്സ്. മഞ്ഞുമ്മൽ ബോയ്സ് കണ്ടില്ലേ ഇവിടെ? അതോ 10 കമാൻഡ്മെന്റ്സിന് ശേഷം ഒന്നും കണ്ടിട്ടില്ലേ? മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുന്ന ഒരു സിനിമയാണ്. നിങ്ങൾ ഈ കൺവെൻഷന് വരുന്ന സിനിമയൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ, അത് തിരുമേനി ഉള്ളതുകൊണ്ട് അതൊന്നും ഉദ്ദേശിക്കുന്നില്ല. ചിലപ്പോൾ അറിയാതെങ്ങാനും പറഞ്ഞു പോയെങ്കിലും. നിങ്ങൾ ഈ മഞ്ഞുമ്മൽ ബോയ്സ്, ഇപ്പം നിങ്ങൾ ചങ്ക് എന്ന് പറയുന്നതിനെ ഡിഫൈൻ ചെയ്യാൻ ഒരുപക്ഷെ ഏറ്റവും നല്ലതായി ഉപയോഗിക്കാവുന്ന ഒരു മൂവി മഞ്ഞുമ്മൽ ബോയ്സ് ആണ്. നിങ്ങൾ ആ സ്റ്റോറി ഓർക്കുന്നുണ്ടാവും അല്ലേ? കുറേ ഫ്രണ്ട്സ് അവരെല്ലാവരും കൂടെ കൂടി തമിഴ്നാട്ടിൽ ഒരു സ്ഥലത്ത് ടൂറിന് പോകും. അപ്പോൾ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ആ സ്ഥലത്തിൻ്റെ പേര് ഗുണ കേവ്സ് എന്നാണ്. അവിടെ ചെന്നപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങോട്ട് പോകണം. അപ്പം നമ്മുടെ ചങ്ക് പറയടാ നമുക്ക് അങ്ങോട്ട്. അപ്പം ആരാ ചങ്ക്? അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഡേഞ്ചറാണ്, പോകരുത്. അപ്പം പിള്ളേരെന്ത് പറയും? അങ്ങോട്ട് പോകണം. ഏതായാലും അവരവിടെ പോയി. അവരവിടെ പോയി കഴിഞ്ഞപ്പോൾ ഒരുത്തൻ ഈ കേവിൽ വീണു. ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യാം? രക്ഷപ്പെടാം. പക്ഷെ ആ മഞ്ഞുമ്മൽ ബോയ്സിൽ അവർ ചെയ്തത് എന്താണ്? അവർ അപകടത്തിൽപ്പെട്ട ആ പയ്യനെ രക്ഷിക്കാൻ അവരെല്ലാവരും കൂടെ ഒരുമിച്ച് ശ്രമിച്ചു. ഇറ്റ് ഈസ് അറ്റ് ദാറ്റ് പോയിന്റ് they become true friends. Not when one of them asked to trespass the prohibited zones or to get into the prohibited zones. പോകാൻ പാടില്ലാത്ത സ്ഥലത്ത് പോകാമെന്ന് പറഞ്ഞവരല്ല ഫ്രണ്ട്. Because they were pushing you into danger. അപ്പോൾ അവരെല്ലാവരും കൂടെ ഒരുമിച്ച് അവരെ രക്ഷിക്കുക. അപ്പോൾ ആ കുറെ കൂട്ടുകാർ ചേർന്ന് ഒരുത്തനെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ചങ്കെന്ന് പറയും. അപ്പോൾ ചങ്കെന്ന് പറഞ്ഞാൽ ആരാണ്? മഞ്ഞുമ്മൽ ബോയ്സ് ആണ്. വേദപുസ്തകത്തിൽ അങ്ങനെ ഒരു സ്റ്റോറി ഉണ്ട്, മഞ്ഞുമ്മൽ ബോയ്സ് പോലൊരു സ്റ്റോറി. ദ സ്റ്റോറി ഓഫ് എ പാരലിറ്റിക് പേഴ്സൺ വേർ 4 people are bringing a paralytic to Jesus. They had n number of better things to do, but they decided no. A true friend means one who helps a person to get out of danger, not putting in danger. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡിജിറ്റൽ സാമരിറ്റൻസിനെ കുറിച്ച് നമുക്കറിയാം. ഇന്ന് ഏറ്റവും അധികം മനുഷ്യൻ വൾണറബിൾ ആകുന്നത് എവിടെയാണ്? നോട്ട് ഓൺ ദ റോഡ് ബട്ട് ഓൺ ഡിജിറ്റൽ കോറിഡോർസ്. അപ്പോൾ അത് സൈബർ സ്പേസിലാണ്, സൈബർ കോറിഡോറിലാണ് മനുഷ്യൻ ഏറ്റവും അധികം അറ്റാക്ക് ചെയ്യപ്പെടും. And if you take the parable of the Good Samaritan and take it as someone who is attacked on cyber media,
or someone who is bullied on social media, or someone who is being hunted down on social media. അപ്പോൾ ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ ഒക്കെ അറ്റാക്ക് ചെയ്യപ്പെടുന്ന സൈബർ അറ്റാക്ക്, വൺ ഹു ഈസ് എ വിക്ടിം ഓഫ് സൈബർ അറ്റാക്ക്, അങ്ങനെ ഒരാളെയാണ് നമ്മളിവിടെ കാണുന്നത്. ലൂക്ക് 10 കാണുന്ന പാരബിൾ ഓഫ് ദ ഗുഡ് സമരിറ്റനിൽ കാണുന്ന ഒരു മനുഷ്യൻ. അവിടെ ഒരു മനുഷ്യൻ വഴിയിൽ കിടക്കുക. There are many who are being attacked and almost half dead. They didn't do anything, but ചിലർ അവരെ അറ്റാക്ക് ചെയ്യും. അപ്പോൾ ഡിജിറ്റൽ മീഡിയയിൽ, സോഷ്യൽ മീഡിയയിൽ അറ്റാക്ക് ചെയ്യപ്പെടുന്ന, ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യപ്പെടുന്നത് പെൺകുട്ടികളാണ്. മേ ബി ബിക്കോസ് ഓഫ് ദ ഡ്രസ്, ബിക്കോസ് ഓഫ് ദ കൈൻഡ് ഓഫ് റൈറ്റിംഗ്സ് ദേ പോസ്റ്റ് ഓൺ സോഷ്യൽ മീഡിയ വാൾസ്. ഇറ്റ് കുഡ് ബി എനിത്തിങ്. പക്ഷേ there are some who enjoy attacking people on social media. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ റോഡിൽ കിടക്കുന്ന ഹാഫ് ഡെഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ, ഇറ്റ് റിസംബിൾസ് ഓർ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ലുക്സ് ലൈക്ക് someone who is attacked on social media. അങ്ങനെ ഇരിക്കുമ്പോൾ you see 3 responses: digital priest, digital Levite and a digital Samaritan. Digital Levite and digital priest, they just passed by, they didn't do anything, and they saw the half dead, and they said, why did you do that? You shouldn't have posted this, you shouldn't have posted this video, this and that. So they just passed by. Maybe they have passed some sarcastic, insinuating comments. അവിടെ ഹാഫ് ഡെഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. So digital Levites and digital priests. But there is another group of people whom we can call digital Samaritans. One who actually helps people who are attacked on social media. അവരെന്ത് ചെയ്യുന്നു? ആ മനുഷ്യനെ സഹായിക്കുക. അപ്പോൾ എൻ്റെ ഒരു വിചാരം, ഞാൻ അതോടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. എൻ്റെ ഒരു വിചാരം, നമ്മുടെ ഇന്നത്തെ ഒരു, പ്രത്യേകിച്ച് നിങ്ങളെല്ലാവരും സോഷ്യൽ മീഡിയയിലും വാട്സാപ്പിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ, ഈ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയാമോ? എന്നോട് ഈയിടെ ഒരു പയ്യൻ പറഞ്ഞു, അച്ഛൻ ഇനി ഫേസ്ബുക്കിലൊന്നും, എൻ്റെ ഈയിടെ ഞങ്ങൾ ടൂറിന് പോയപ്പോഴത്തെ ഒരു വീഡിയോ, പിള്ളേർ, ഞാൻ ആ ബസ്സിൽ ഇരുന്ന് ഡാൻസ് ചെയ്യുന്ന ഒരു പടമാണ്. അപ്പോൾ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട്, അതെല്ലാം അമ്മാരുടെ പരിപാടി. അവർ പറയുന്ന പോലെ ഞാനങ്ങ് ചെയ്യുന്നുള്ളൂ. എൻ്റെ പിള്ളേരുണ്ടല്ലോ, മൂത്തിയുടെ പിള്ളേർ, അമ്മമാർ പറഞ്ഞതനുസരിച്ച് ഞാൻ എന്തൊക്കെയോ ചെയ്തു. അമ്മമാരൊരു വീഡിയോ ഉണ്ടാക്കി, എന്നോട് പറഞ്ഞു, അച്ഛൻ ഇത് ഫേസ്ബുക്കിൽ ഇടരുത്. ഞാൻ ചോദിച്ചു എന്താ? എൻ്റെ അച്ഛാ, ഫേസ്ബുക്കിൽ മുഴുവൻ അമ്മാവന്മാരാണ്, തന്ത വൈബും തള്ള വൈബും ഉള്ളവരാണ്, അവരൊന്നും പോസ്റ്റ് ചെയ്യും. അച്ഛൻ ഇനി എന്തെങ്കിലും പോസ്റ്റ് എന്നുണ്ടെങ്കിൽ അത് എവിടുത്തെ പോസ്റ്റ് ആകും? കറക്റ്റാണ്. ഈ നാട്ടിൽ ഇത്രയും അമ്മാവന്മാരുണ്ടെന്ന് അറിയുന്നത് എവിടെയാണെന്നറിയോ? നിങ്ങൾ ഒരേ വീഡിയോ, ഒരേ സാധനം ഫേസ്ബുക്കിലും പോസ്റ്റ് ചെയ്യണം, ഇൻസ്റ്റഗ്രാമിലും പോസ്റ്റ് ചെയ്യണം. ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാൻ നിങ്ങൾ എപ്പോൾ പോസ്റ്റ് ആയെന്ന് ചോദിച്ചാൽ മതി. എന്നാൽ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത്, അപ്പം അധികം താമസിക്കാതെ നിങ്ങൾക്ക് ആ വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ കാണാം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഡിജിറ്റൽ സാമരിറ്റൻസ് ആവാൻ പറ്റും. You may not be able to go and help most of your friends in person, most of your church members in person, or most of your schoolmates or college mates. But you can be good Samaritans to them, digital Samaritans to them on Facebook or on social media. That is one thing I think we need to really take serious note of. കാരണം വെറുതെ സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യവും, ഇറ്റ്സ് നോട്ട് എ പ്ലേസ് ടു വേസ്റ്റ് യുവർ ടൈം. ഇറ്റ്സ് എ പ്ലാറ്റ്ഫോം വെർ യു ക്യാൻ ബി good digital Samaritans to one another. A good word of appreciation, positive feedback, a good critique. And if at all you have reservations about any video, you just inbox them rather than posting it for public. അപ്പോൾ എന്താണ് ഫ്രണ്ടിൻ്റെ ഒരു പുതിയ വേർഷനാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്, ഡിജിറ്റൽ സാമരിറ്റൻസ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ചിലപ്പോൾ ഒരു നല്ല ഫാഷനബിളായ ഒരു ഫോട്ടോ ഇട്ടതുകൊണ്ടോ ഒരു വീഡിയോ ഇട്ടതുകൊണ്ടോ ഒക്കെ
അറ്റാക്ക് ചെയ്യപ്പെടുന്ന എത്രയോ പേരുണ്ട് സൈബർ കോറിഡോറുകളിൽ, ഡിജിറ്റൽ കോറിഡോറുകളിലൊക്കെ ഉണ്ട്. സോ ദർ ആർ മെനി ഹു ആർ ഹാഫ് ഡെഡ് in digital corridors and in digital space. And what is our response as Christian friends, as good Changa, to those people who are half dead or found half dead because they are being bullied or attacked by people? You can be digital Levites, you can be digital priests, insensitive to half-dead people in digital corridors. എന്നാൽ അതിന് പകരം there is another solution. There is another possibility, that is, how can we be digital Samaritans to people who are attacked and wounded and found half-dead in digital corridors. ഇത്രയും നേരം നിങ്ങൾ എല്ലാം ശ്രദ്ധിച്ചതിൽ ഒത്തിരി സന്തോഷം. അതുകൊണ്ട് തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ ആ ഫോൺ നമ്പർ എല്ലാം ഒന്നുകൂടെ എടുത്തിട്ട് ആ ചങ്കിൻ്റെ പേരെ എല്ലാം ഇനി എന്തോ എഴുതണം, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതാം. ചങ്കാണെങ്കിലേ ചങ്കെന്ന് എഴുതാവും. നിങ്ങളെ ഡേഞ്ചറിലോട്ട് തള്ളി വിടുന്നവരല്ല, അത് കാലന്മാരാണ്. വേണമെങ്കിൽ കാലൻ്റെ ഫോട്ടോ എന്നോട് ചോദിച്ചാൽ ഞാൻ അയച്ചു തരാം. അത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് അവരുടെ എന്താക്കണം, അവരുടെ കോണ്ടാക്ട് DP ആക്കി നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. കാരണം ദേ ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ യുവർ വെൽബീയിങ്. ദേ വാണ്ട് ടു സീ യു ഇൻ ട്രബിൾ. They don't want to see you out of trouble. They are pushing you or dragging you into danger and trouble. You don't call them Changa. അതുകൊണ്ട് ചങ്ക ആരാണ്, കാലൻ ആരാണ് എന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്ക് സഹായിക്കട്ടെ. Let's all be Manjumal boys and good digital Samaritans, and thank you. God bless.